മറ്റു വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയായിരിക്കും കൂടിക്കാഴ്ച. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകും. വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയാകും. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഇന്നിപ്പോൾ ഈ ഒരു ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുക. എന്തായാലും സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? കാളിദാസ്, തീർച്ചയായും വളരെ നിർണായകമായ ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് മോദിയും അതോടൊപ്പം തന്നെ പുടിനുമായി ഉള്ളത്. എന്തായാലും ഈ അമേരിക്ക ഇരട്ടി തീരുവ ചുമത്തിയൊരു സാഹചര്യമുണ്ട്. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും ആ വിഷയത്തിൽ ഒരു ചർച്ച മോദിയും പുടിനും തമ്മിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ പ്രധാന വിഷയമായി ഉയരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധവും ഈ ചർച്ചയിൽ പ്രധാന വിഷയമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തലിനെ കുറിച്ച് പുടിനോട് സംസാരിക്കാമെന്ന് മോദി ഉറപ്പ് നൽകിയെന്ന് നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. സെലൻസ്കി വ്യക്തമാക്കിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടിക്കായി കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ചൈനയിൽ എത്തിയത്. ഇന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കവേ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും അതിർത്തി കടന്നുള്ള ഭീകരവാദം, അതോടൊപ്പം തന്നെ വ്യാപാര രംഗത്ത് അധിക തീരുവ വഴിയുള്ള സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി ആ യോഗത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ സംസാരിക്കവേ പരാമർശിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ആ രീതിയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ സുഗമമാക്കുന്നത് തന്നെയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലൂടെ അതോടൊപ്പം തന്നെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെയും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ വളർത്തുക, അതോടൊപ്പം തന്നെ അതിർത്തി മേഖലയിലെ കാര്യങ്ങളെല്ലാം തന്നെ സുഗമമാക്കുക, നല്ല ബന്ധം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ നിർണായകമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുടിനുമായും സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ, അല്ലെങ്കിൽ ആ ചർച്ചയിൽ വലിയ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിർണായക വിഷയമാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചുമത്തിയ ഇരട്ടി തീരുവ പ്രധാന വിഷയമായി വരും. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധം, അതിൽ വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് സെലൻസ്കിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്, ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇത് നടക്കുന്നത്. ഇതിനുശേഷം, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി തിരികെ ഇന്ത്യയിലേക്ക് വരും. എന്തായാലും 2 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി ഈ ഷാങ്ഹായ് ഉച്ചകോടിക്കായി ചൈനയിൽ നടത്തിയത്. നേരത്തെ ജപ്പാനിൽ നിന്നാണ് മോദി ചൈനയിലേക്ക് പോയത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തുന്നത് നിർണായക വിഷയങ്ങളെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നു. കാളിദാസ്. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച ഇന്ന് ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ നടക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാകുക. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും, അതിൽ അമേരിക്ക എടുത്തിട്ടുള്ള നയങ്ങളും, ആ നയത്തിനെതിരെ എങ്ങനെ നിലനിൽക്കാമെന്നുള്ള തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ.